Yo, what's up guys? Welcome back to another video from Falcon Vlogs and Tech. ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മോട്ടോയുടെ കിട്ടിലം സ്മാർട്ട് ഫോൺ, അതായത് 2020 കിട്ടിലം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് മോട്ടോയുടെ എഡ്ജ് പ്ലസ് എന്നാണ് സ്മാർട്ട് ഫോണിൻ്റെ പേര്. മോട്ടോറോള ഏകദേശം കുറേ നാളായി തന്നെ അവർ ഒരുപാട് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ, അതുപോലെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ, അതുപോലെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ, അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ അവർ സ്മാർട്ട് ഫോൺ ഇറക്കും. പക്ഷേ അവർക്ക് ഒരു കാലത്തും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ അവരുടെ സ്മാർട്ട് ഫോൺ എന്തെങ്കിലും കാരണം ഫ്ലോപ്പായി പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ പിടിച്ചെടുക്കാൻ നല്ലോണം പാടുപെടുന്ന ഒരു കമ്പനി തന്നെയാണ് മോട്ടോറോള. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു മോട്ടോറോള എഡ്ജ് പ്ലസ് എന്ന് പറയുന്നത് 2020 ഏറ്റവും തിളക്കമാർന്ന ഒരു കിടിലം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആവാൻ തന്നെ ചാൻസ് ഉണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് നിരയുടെ ഏറ്റവും മുൻനിരയിൽ നിൽക്കത്തക്കോണം തന്നെ സ്നാപ്ഡ്രാഗൺ 865 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 12 GB റാമും 256 GB UFS 3.0 സൂപ്പർ ഫാസ്റ്റ് സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. ഒരു പക്ഷേ ആ സ്മാർട്ട് ഫോൺ 5G സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഹയർ ഡേറ്റ സ്പീഡ്സിലും അതുപോലെ തന്നെ ഹയർ റിഫ്രഷ് റേറ്റ്സിലും ബാറ്ററി ഒരുപാട് കൺസ്യൂം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം മോട്ടോറോള ഈ ഒരു 5000 mAh ബാറ്ററി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 108 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു 3x ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 16 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 മെഗാപിക്സൽ വരുന്ന ഒരു ഹയർ റെസൊല്യൂഷൻ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് ഫുൾ HD 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന OLED പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവരുടെ പുതിയ ടെക്നോളജിയായ വാട്ടർഫോൾ ഡിസ്പ്ലേ, അതായത് ഫോണിൻ്റെ കർവ് ചെയ്ത് ഡിസ്പ്ലേ എഡ്ജിലോട്ട് ഇങ്ങനെ വാട്ടർഫോൾ പോലെ കർവ് ചെയ്തിറങ്ങുന്ന രീതിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിലൊന്നും തന്നെ പരിചയമില്ലാത്ത ഒരു പുതിയൊരു ഡിസൈനുമായിട്ടാണ് അവരുടെ ഡിസ്പ്ലേ ഡിസൈനുമായിട്ടാണ് മോട്ടോറോള വന്നിരിക്കുന്നത്. അതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ ബോഡി ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റൽ ആൻഡ് ഗ്ലാസ് ഡിസൈനാണ്. അതായത് ഇപ്പോഴത്തെ പ്രീമിയം സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ഒരു 50,000 മുകളിൽ റേഞ്ച് വരുന്ന എല്ലാ സ്മാർട്ട് ഫോൺസും മെറ്റൽ ഫ്രെയിമും ഗ്ലാസ് ബോഡിയുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് മോട്ടോറോള ഡിസൈനും മെറ്റൽ ആൻഡ് ഗ്ലാസ് ഡിസൈൻ ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം കർവ്സ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മികച്ചൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ പറയേണ്ടതെന്ന് വെച്ചാൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. 2020 ഏറ്റവും കൂടുതൽ പ്രീമിയം സ്മാർട്ട് ഫോൺസും ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാതെയാണ് വരുന്നത്. പക്ഷേ മോട്ടോറോള എഡ്ജ് പ്ലസിൽ അവർ ഹെഡ്ഫോൺ ജാക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് മോട്ടോറോളയുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ഒരു മുൻഗണന നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 6.7 ഇഞ്ച് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ OnePlus 8 Pro അല്ലെങ്കിൽ ഗാലക്സി S20 Ultra അതുപോലെയുള്ള സ്മാർട്ട് ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഏകദേശം ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ സെയിമിലായിട്ടാണ് വരുന്നത്. പക്ഷേ കുറച്ച് തിക്നെസ് വൈൽ കമ്പയറിംഗ് വിത്ത് ദാറ്റ് സ്മാർട്ട് ഫോൺസ് കുറച്ച് തിക്നെസ് കൂടുതലാണ് ഈ സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വാട്ടർഫോൾ എഡ്ജ് ഡിസ്പ്ലേ അതിൽ നമുക്ക് വ്യക്തമായി അറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കർവ്സ് ടോപ്പിലും ബോട്ടമിലും ആ കർവ്സും വ്യക്തമായി അറിയാൻ സാധിക്കും. അത് നല്ലൊരു ഹാൻഡി ആയിട്ടുള്ളൊരു നല്ല ഗ്ലോസി ഫിനിഷ്, നല്ലൊരു ഡിസൈൻ, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഇൻ്റർഫേസാണ്. ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത് ആ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ നമുക്ക് ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടോപ്പിലും ബോട്ടമിലായിട്ട് അതായത് 2 സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ താഴെയുള്ള ഒരു സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ മുകളിലുള്ള സ്പീക്കറിനുമായിട്ട് അനുസൃതമായിട്ടാണ് താഴെയുള്ള സ്പീക്കർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീരിയോ സ്പീക്കർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഏകദേശം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസ് ആയിട്ട് സിമിലർ ആണ്. അതായത് താഴത്തെ മെയിൻ സ്പീക്കറിനോടൊപ്പം മുകളിലത്തെ ഇയർ പീസ് അത് സ്റ്റീരിയോ എഫക്റ്റ് നൽകുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യും. അതായത് സ്നാപ്ഡ്രാഗൺ 865 യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ 5G ബാൻഡ്സ് ഈ സ്മാർട്ട് ഫോൺ ഈസി ആയിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതുവരെ ഇന്ത്യയിൽ 5G ലോഞ്ച് ആയിട്ടില്ല. ഒരു പക്ഷേ വിദേശ മാർക്കറ്റുകളിൽ 5G ഉപയോഗം ചെയ്യുമായിരിക്കും. ഇവിടെ 2021 അവസാനത്തോടെയെങ്കിലും 5G വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ എൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത് എൻ്റെ ക്യാമറ ബമ്പാണ്. അതായത് ഇത്രയും ഒരു തിക്നെസ്സിന് ശേഷവും പിന്നെയും ആ ക്യാമറയുടെ ഒരു ബമ്പ് ബാക്കിൽ വരുന്നത് കുറച്ചെങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചൊരു അരോചകമായിട്ട് തോന്നാൻ സാധിക്കും. കാരണം ആ ഒരു സ്മാർട്ട് ഫോൺ ബമ്പ് നമ്മളിപ്പോൾ ഒരു ഡെസ്കിൽ പ്ലേസ് ചെയ്യുമ്പോഴോ ഒരു കടകട സൗണ്ട് അല്ലെങ്കിൽ ഒരു നേരെ പ്ലേസ് ആവാത്തൊരു ഫീൽ നമുക്ക് ലഭിക്കും. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രം ഇത്രയും തിക്നെസ് ഉള്ളൊരു സ്മാർട്ട് ഫോൺ അത്രയും വലിയൊരു ക്യാമറ ബമ്പിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഒന്നുകിൽ ആ ക്യാമറ ലെൻസിനെ ആ ബോഡിക്കുള്ളിൽ തന്നെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലാറ്റ് ഡിസൈൻ, അപ്പോൾ നമുക്ക് ഡെസ്കിലൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ. ഇത് മോട്ടോറോളയുടെ പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഡിസൈനിന് പകരം കുറച്ച് അവരുടെ ഒരു കസ്റ്റമൈസേഷൻ, കുറച്ച് ബ്ലോട്ട് വെയേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരൊരു ക്ലിയർ സ്മാർട്ട് ഫോൺ, അതായത് നല്ലൊരു പിക്സൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നൊരു ഫീൽ ലഭിക്കില്ലെങ്കിലും ആ ഒരു പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വിത്ത് മോട്ടോറോയുടെ കുറച്ച് കസ്റ്റമൈസേഷൻ നമുക്ക് ഫീൽ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മോട്ടോറോയുടെ മാത്രം ഗസ്റ്റർ ഫീച്ചേഴ്സായ
നമ്മുടെ എന്താണ് ടിപ്പിക്കൽ മോട്ടോള ഗസ്റ്റർ ഫീച്ചേഴ്സ്, അതായത് ഷെയ്ക്ക്, ഫ്ലാഷ് ലൈറ്റ് വരാൻ വേണ്ടി ഷെയ്ക്ക് ചെയ്യുക, ഫോൺ ഷെയ്ക്ക് ചെയ്താൽ ഫ്ലാഷ് ലൈറ്റ് വരും. അതുപോലെ തന്നെ ഒരുപാട്, അതായത് നമ്മുടെ അതുപോലെ ഡബിൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വരും. അതുപോലത്തെ മോട്ടോറോളുടെ മാത്രം സ്മാർട്ട് ഫോണിൽ കാണാൻ കഴിയുന്ന കുറച്ച് ബോഡി ഗസ്റ്റേഴ്സാണ് അതൊക്കെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള സ്മാർട്ട് ഫോൺ എന്തുകൊണ്ടാണ് ഒരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല അവരൊരു 5000 mAh ബാറ്ററിയിൽ ഉണ്ടെന്നുള്ള ഒരു കാര്യത്താൽ അവർക്ക് 2K ഡിസ്പ്ലേ യൂസ് ചെയ്യായിരുന്നു. കാരണം നമ്മുടെ എന്താണ് OnePlus 8 Pro, അതുപോലെ Galaxy S20 Ultra തുടങ്ങിയ സ്മാർട്ട് ഫോൺസ് എല്ലാം തന്നെ 2K ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഈ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേ അവർക്ക് ഈ ഒരു 5000 mAh ബാറ്ററിയിൽ 5G സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നല്ല ബാറ്ററി ബാക്കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അവർ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയോട് പരിമിതപ്പെടുത്തിയത് എന്നറിയില്ല. എന്തായാലും ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു കുറച്ച് നാൾക്ക് ശേഷം ഡിസ്പ്ലേയുടെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നുള്ളത് നമുക്ക് കൂടുതൽ റിവ്യൂസ് അല്ലെങ്കിൽ ലീക്സ് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഇൻഫർമേഷൻ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും 5000 mAh ബാറ്ററിയും ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മികച്ചൊരു സവിശേഷത എന്ന് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സാമ്പിൾസ്, അതായത് ക്യാമറ എടുത്ത ഫോട്ടോസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡൈനാമിക് റേഞ്ച് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഷോപ്പറായിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് ലഭിക്കുന്നത് വൈൽ കമ്പയറിംഗ് വിത്ത് Galaxy S20 Ultra. പക്ഷേ കുറച്ച് ഫോക്കസിങ്ങിൽ കുറച്ച് അപര്യാപ്തത ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് ഉടനെ തന്നെ മോട്ടോറുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിലൂടെ അത് പരിഹരിക്കപ്പെടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു 108 MP മെയിൻ സെൻസർ യൂസ് ചെയ്ത് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അതിനൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അതുടനെ തന്നെ മോട്ടോറോള അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വെച്ച് ശരിയാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 75,000 രൂപയ്ക്ക് അടുത്ത് വില വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്രയും നല്ലൊരു സ്മാർട്ട് ഫോൺ ഈ ഒരു വിലയ്ക്ക് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ചിലവാകുമോ എന്നറിയില്ല. അതുപോലെ തന്നെ നല്ലൊരു മാർക്കറ്റ് ലഭിക്കുവാൻ കഴിയുമോ എന്നറിയില്ല. കാരണം മോട്ടോറോള ഒരുപാട് അത്ര ഫേമസ് അല്ലെങ്കിൽ ഫേമസ് ആണ്, ബട്ട് ഒരുപാട് ആൾക്കാരും വാങ്ങിക്കാൻ കുറച്ചൊന്ന് ആലോചിക്കുന്നൊരു ബ്രാൻഡാണ് മോട്ടോറോള പൊതുവേ. പക്ഷേ മോട്ടോറോളയുടെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസും അവരുടെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ഏകദേശം 10,000, 12,000, 15,000 രൂപയ്ക്കകത്ത് വരുന്ന സ്മാർട്ട് ഫോൺസ് എല്ലാം വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വിലയ്ക്ക് ഇത്രയും നല്ലൊരു വിലയ്ക്ക് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കുമ്പോൾ ആൾക്കാർ ഒരു പക്ഷേ സാംസങ്ങിലോട്ടോ അല്ലെങ്കിൽ OnePlusലോട്ടോ ഒന്ന് ശ്രദ്ധ ചെലുത്താൻ ചാൻസ് ഉണ്ട്. കാരണം 75,000 രൂപ റേഞ്ചാണ് ഇവിടെ വരുന്നതെങ്കിൽ അത്രയും നല്ലൊരു മൂവ്മെൻറ്റ് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും OnePlus 8 Pro അല്ലെങ്കിൽ അതുപോലെ വയർലെസ് ചാർജിങ്, അതുപോലെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ് OnePlus 8 Pro. അതിലോട്ടൊന്ന് നോക്കാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 75,000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് Snapdragon 865, അതുപോലെ തന്നെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ്, അതുപോലെ തന്നെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 108 MP ഒരു ക്യാമറ സെൻസറും. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു 75,000 രൂപ എന്ന ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇതൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. അതുപോലെ പുതിയ വാട്ടർഫോൾ എഡ്ജ് ഡിസൈനൊക്കെ നമുക്ക് ഒരുപാട് ജനപ്രിയത ആകർഷിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് പേര് അതിൻ്റെ ഒരു സവിശേഷത ആകർഷിക്കാനായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വാട്ടർഫോൾ ഡിസൈൻ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്തെന്ന് വെച്ചാൽ മിസ്റ്റച്ച്, ഒരുപാട് നമ്മുടെ കയ്യിലൊക്കെ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റച്ച് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു ചെറിയൊരു ഡ്രോബാക്കാണ്. അപ്പോൾ വാങ്ങുന്നവർ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങുക. എന്തായാലും കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മോട്ടോറോളയുടെ ഒരു 2020 നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണായിട്ട് തന്നെ നമുക്ക് എഡ്ജ് പ്ലസിനെ കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സോ പോലുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.